ഇപ്പോൾ അഖില ഭാരതീയ അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ മധു മണിമല നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മധു മണിമല, നമ്മൾ ഈ ശബരിമലയിലെ ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളിയിലെയൊക്കെ സ്വർണ്ണക്കൊള്ള, അതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഈ കൊടിമരം മാറ്റുന്നതിന്റെ പേരിൽ അഭിഭാഷക കമ്മീഷൻ തന്നെ, അതായത് അഡ്വക്കേറ്റ് ASP കുറുപ്പ് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അറിയുമ്പോൾ അതൊക്കെയും ഞെട്ടിക്കുന്നതായി മാറുകയാണ്. താഴികക്കുടങ്ങൾ മാറ്റിയതിലൊക്കെ വലിയ ദുരൂഹതയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഹലോ, ശ്രീ മധു മണിമല, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. നമ്മൾ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ മധു മണിമല, ഞാൻ പറയുകയായിരുന്നു, നേരത്തെ നമ്മൾ സ്വർണ്ണക്കൊള്ളയിലെ പോറ്റിയുടെ ഇടപെടലുകൾ, മറ്റു പങ്കുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഇതിപ്പോൾ ഈ കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി അതിൽ നിരീക്ഷകനായി വന്നയാളാണ് ഈ അഭിഭാഷക കമ്മീഷനായ അഡ്വക്കേറ്റ് ASP കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പോലും ദുരൂഹമായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പമ്പയിലെ പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ അതിന്റെ പണികൾ നോക്കാനായിട്ട് നിരീക്ഷകനായിട്ടാണ് അഭിഭാഷക കമ്മീഷൻ ആയിട്ട് ASP കുറുപ്പിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി നിയോഗിച്ച പ്രകാരം കൊടിമരത്തിന്റെ പണികൾക്ക് മേൽനോട്ടം വഹിക്കുക മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ മുകളിൽ 9 താഴികക്കുടങ്ങളാണുള്ളത്. മുഖമണ്ഡപത്തിൽ 6 എണ്ണം, അത് സ്വർണം പൂശിയതാണ്. അതുകൂടാതെ ശബരിമല ശ്രീകോവിലിന്റെ മുകളിൽ 3 താഴികക്കുടങ്ങളുണ്ട്, അത് സ്വർണം ക്ലാഡ് ചെയ്തതാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്വർണം പൂശാൻ കുറച്ച് സ്വർണം മതി, എന്നാൽ സ്വർണം ക്ലാഡ് ചെയ്യാനായിട്ട് ഏറെ സ്വർണം വേണ്ടി വരും. ഈ കൊടിമരം സ്ഥാപിക്കുമ്പോൾ കൊടിമരത്തിന്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന പേരിലാണ് ഈ ശബരിമല ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിന് മുമ്പിലെ 6 താഴികക്കുടങ്ങൾ അഴിച്ചു മാറ്റി. നിറം ഭംഗിയാണ്. കൊടിമരം, പുതിയ സ്വർണ്ണ കൊടിമരം വരുമ്പോൾ അതിന് നല്ല കളർ കാണും. അപ്പൊ താഴികക്കുടങ്ങൾക്ക് കളർ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് അഴിച്ചു കൊണ്ടുപോയി. അത് ഹൈക്കോടതിയുടെ അനുമതി ഒന്നും മേടിക്കാതെ പിന്നീട് അനുമതി മേടിച്ചെന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി മേടിച്ചിട്ടല്ലെന്നാണ് എന്റെ അറിവ്. അങ്ങനെ 6 താഴികക്കുടങ്ങൾ അഴിച്ച് പമ്പയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആരോരും അറിയാതെയാണ് ശബരിമല ശ്രീകോവിലിന്റെ മുകളിലെ 3 താഴികക്കുടങ്ങൾ അഴിച്ചു മാറ്റിയത്. ആരാണ് അഴിച്ചു മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്റെ ശ്രദ്ധയിൽ അത് 2017 മെയ് മാസം 19-ാം തീയതി ശബരിമലയ്ക്ക് ചെല്ലുമ്പോഴാണ് ഈ ശബരിമല ശ്രീകോവിലിന്റെ മുകളിലെ 3 താഴികക്കുടങ്ങൾ കാണാനില്ലെന്ന് ഞാനും എന്റെ സുഹൃത്തുക്കളായ സജീവ് ശാസ്താരവും മുല്ലക്കൽ ശശികുമാർ, ഞങ്ങൾ 3 പേരും കൂടിയാണ് മെയ് 19-ാം തീയതി ശബരിമലയ്ക്ക് പോയത്. 2017 മെയ് 19, അതായത് ജൂൺ മാസത്തിലായിരുന്നു കൊടിമര പ്രതിഷ്ഠ നടന്നത്. അതിന് തൊട്ട് തലേ മാസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ശബരിമല ശ്രീകോവിലിന്റെ മുകളിലെ ഈ 3 താഴികക്കുടങ്ങൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ തന്ത്രിമുറിയിൽ വന്ന് തന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശബരിമല പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ കൊടിമരത്തിന്റെ മാച്ച് ചെയ്യണം താഴികക്കുടങ്ങൾ, എല്ലാം ഒരേ കളറിലിരിക്കണം. അതുകൊണ്ട് അഭിഭാഷക കമ്മീഷൻ പറഞ്ഞിട്ട് ഫ്രണ്ടിലത്തെ 6 താഴികക്കുടങ്ങൾ അഴിച്ച് പമ്പയിലേക്ക് കൊണ്ടുവന്നു. ഇതും 3 എണ്ണം അഴിച്ച് പമ്പയിലേക്ക് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് സംശയമൊന്നും തോന്നിയില്ല. 2017 ജൂലൈ മാസത്തിലെ മാസികയിൽ, ഞാൻ ജൂൺ മാസത്തിലെ മാസികയിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മാസിക അവിടെ തെളിവിനായിട്ട് ഹാജരാക്കുകയും ചെയ്തു. SITക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഭിഭാഷക കമ്മീഷന്റെ താല്പര്യപ്രകാരം കോടതി നിർദ്ദേശിക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പലരോടും അദ്ദേഹം സ്വർണം മേടിക്കുന്നുണ്ട്. അപ്പം ശ്രീ മധു മണിമല, ഈ സ്വർണ്ണ ബിസ്ക്കറ്റുകളും നാണയങ്ങളും ഒക്കെയായി അദ്ദേഹം വ്യക്തിപരമായി ഒരു രസീതും ഇല്ലാതെ വാങ്ങിച്ചിരിക്കുകയാണ് സ്വർണം. നിരവധി പേരോട് മേടിച്ചതായിട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് വാജിവാഹനം വാർക്കുന്നത് മാന്നാറിൽ പരുമലയിൽ അനന്തനാചാര്യയുടെ ആലയിൽ വെച്ചാണ്. അവിടെ ഈ വാജിവാഹനം വാർക്കുന്ന സമയത്ത് നിരവധി പേര് സംഭാവനയായിട്ട് സ്വർണം വെള്ളിയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും റെസീറ്റ് കൊടുത്തിട്ടില്ല. അതൊക്കെ ആരൊക്കെ എത്ര കൊടുത്തു, അതൊക്കെ കണക്ക് ചേർത്തിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. കാരണം ഒരാളെ ചുമതലപ്പെടുന്ന നിരീക്ഷകനായിട്ടാണ് ചുമതലപ്പെടുന്നത്. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കോടതി പറഞ്ഞിട്ടില്ല. കോടതിയുടെ അനുമതി കൂടാതെ തന്നെ വിശ്വസിച്ച് ഈ ജോലി ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ശബരിമല അയ്യപ്പനെ അദ്ദേഹം വഞ്ചിക്കുകയായിരുന്നു. നിരവധി പരാതികൾ പലയിടത്തുനിന്നും പൊങ്ങി വരുന്നുണ്ട്. വ്യക്തമായ പറയുന്നില്ല. നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ശ്രീ മധു മണിമല, ഒരു കാര്യമുള്ളത്, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ താഴികക്കുടം മാറ്റിയത്. അന്ന് തന്ത്രിക്കും ഈ കാര്യം അറിയാം. പക്ഷേ ഈ താഴികക്കുടങ്ങളൊക്കെയും അനധികൃതമായി മാറ്റി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു അല്ലേ? അതാണിപ്പോൾ മനസ്സിലാക്കാൻ ശബരിമല ശ്രീകോവിലിന് മുകളിലെ 3 താഴികക്കുടങ്ങളാണ് സർവ്വ പ്രാധാന്യമുള്ളത്. കാരണം ശബരിമല അയ്യപ്പ സ്വാമിയെ പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ശബരിമല ശ്രീകോവിലിന്റെ മുകളിലത്തെ 3 താഴികക്കുടങ്ങൾ. ഈ താഴികക്കുടങ്ങൾ അഴിച്ചു മാറണമെങ്കിൽ അവിടെ പലക കൊണ്ട് തട്ടിടണം, അല്ലെങ്കിൽ തട്ടിട്ടിട്ട് വേണം അതിന് മുകളിൽ കയറി ഇത് അഴിച്ചെടുക്കാൻ. അവിടെ അങ്ങനെ തട്ടിട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ താഴികക്കുടം അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുമ്പോൾ അത് കുംഭാഭിഷേകം നടത്തണം. അതും അവിടെ നടന്നത്. ഇത് അതീവ രഹസ്യമായിട്ട് ഈ കൊടിമരം മാറ്റുന്നതിന്റെ മറവിൽ
ഈ 3 താഴികക്കുളങ്ങൾ അഴിച്ചു മാറ്റിയതാണ്. പലരെ അതിനകത്ത് സംശയമാണത്. പ്രത്യേകമായിട്ടും ഈ അനന്തനാചാര്യയുടെ ആലയിലാണ് ഇത് മാറ്റി ചെയ്തത്. കാരണം പമ്പയിലേക്ക് അഴിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം ഇത് ശബരിമല ശ്രീകോവിലിന്റെ മുകളിലത്തെ താഴികക്കുളം 1998 അത് വിജയമല്ലയ്യ സ്വർണം പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് സ്വർണം ക്ലാഡ് ചെയ്ത് ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ്. പിന്നെ അതിന് യാതൊരു കേടുപാടുകളോ അറ്റകുറ്റപ്പണികളോ ആവശ്യമില്ല. അതിന് തിളക്കത്തിന് കുറവില്ല. പക്ഷേ ഇത് മാറ്റിയപ്പോൾ അതിനും തിളക്കക്കുറവാണ് എന്നും പറഞ്ഞിട്ടാണ് ആ താഴികക്കുളം അഴിച്ചു. അത് അഴിച്ചു മാറ്റിയതായിട്ട് ഒരിടത്ത് രേഖയില്ല, ഒരിടത്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ 6 കണ്ണുകൾ കള്ളം പറയില്ല. ഞങ്ങൾ 3 പേര് ഇത് കണ്ടതാണ്. ആ താഴികക്കുളങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത്. അത് തന്ത്രയോട് ചോദിച്ച് ഞങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്തു. ഞങ്ങൾ ആ ആലൊക്കെ മാസിയത് കൊടുക്കുകയും ചെയ്തു. അതിൽ കൂടി ഞങ്ങൾ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഈ താഴികക്കുളങ്ങൾ മാറ്റുക, ശബരിമല ശ്രീകോവിലിന്റെ താഴികക്കുളങ്ങളും 18-ാം പടിക്ക് മുകളിൽ പുതിയതായിട്ട് സ്ഥാപിച്ച കൊടിമരം എല്ലാം ഒരേ കളറിൽ ഇരിക്കണം എന്ന് ആർക്കാണ് നിർബന്ധം? അയ്യപ്പ ഭക്തർക്കല്ല നിർബന്ധം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കല്ല നിർബന്ധം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ല നിർബന്ധം, ASP കുറുപ്പിന്റെ നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ഇതെല്ലാം ചെയ്ത്. അദ്ദേഹം ശബരിമലയിൽ വന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷകനായിട്ടാണ്, അഭിഭാഷക കമ്മീഷനായിട്ട് അദ്ദേഹം വന്നത്. പക്ഷേ അദ്ദേഹം സത്യത്തിൽ അനന്തനാചാര്യയുടെ PRO എന്ന രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചത്. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ശ്രീ മധു മണിമല. പക്ഷെ ഒറ്റ കാര്യം കൂടി വ്യക്തത വരുത്താനുണ്ട്. ഈ തന്ത്രിയുടെ അറിവോടെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. താങ്കൾ ഉൾപ്പെടെ അദ്ദേഹത്തോട് ഈ കാര്യം തന്ത്രി അറിയാതെ ശബരിമല ശ്രീകോവിലിൽ ഒരാൾക്ക് തൊടാൻ പറ്റില്ല. തന്ത്രിയുടെ അറിവോ അനുമതിയോ സമ്മതമോ ഇല്ല. അതൊരു മൊട്ടുസൂചി പോലും അവിടുന്ന് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ തൊടാൻ പറ്റില്ല. കാരണം ശബരിമല തന്ത്രി അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. ഈ കാര്യം ഞങ്ങളോട് പറയുന്നത് തന്ത്രിയാണ്. ഈ കാര്യം ഇത് പമ്പയിലേക്ക് അഴിച്ചുകൊണ്ട് പോയി ഇത് സ്വർണം പൂശി കൊടിമരം പ്രതിഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടിമര പ്രതിഷ്ഠയ്ക്ക് ചെല്ലുമ്പോൾ ആ താഴികക്കുളം മേളിലുണ്ട്. ഈ അഴിച്ചു മാറ്റിയ താഴികക്കുളം മേളിലുണ്ട്. പക്ഷെ അവിടെ കുംഭാഭിഷേകം നടത്തിയിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ഒരു തട്ട് പോലും ഇട്ടിട്ടില്ല. ഇതിന് മേളിൽ കയറാൻ എങ്ങനെ കയറി, ആര് കയറി എന്നൊന്നും അറിയത്തില്ല. എനിക്ക് ബലമായിട്ട് ചില സംശയങ്ങളുണ്ട്. ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റില്ല. മനസ്സിലായി ശ്രീ മധു മണിമല. എനിക്ക് 3 പേരിൽ പ്രധാനമായിട്ട് സംശയമുണ്ട്. എനിക്ക് തെളിവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി തെളിവില്ലാതെ എനിക്ക് ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റില്ല. തീർച്ചയായും ശ്രീ മധു മണിമല തെളിവുകൾ സഹിതം താങ്കൾ SITക്ക് നൽകുമെന്ന് ഉറപ്പുമാണ്. തീർച്ചയായും അവരുടെ അന്വേഷണത്തിൽ അത് സഹായകരമാവുകയും ചെയ്യും. വളരെ നന്ദി ശ്രീ മധു മണിമല.